ആ, നീ എഴുന്നേറ്റോ? ഇന്നലത്തെ ഡ്യൂട്ടിയിലെ നേഴ്സ് വിളിച്ച കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനിങ്ങോട്ട് പോന്നു. ഇച്ചേനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിനക്കെങ്ങനെയുണ്ട്? പെയിൻ കുറവുണ്ടോ? ചെറിയ പെയിനുണ്ടടി. മോളെന്തി? മോളെ ഇന്നലെ രാത്രി ഇവിടുന്ന് മാറ്റിയായിരുന്നു. ഇന്നലെ അയാൾ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന സൗണ്ട് കേട്ട് കൊച്ചു ഞെട്ടി ഉണർന്നായിരുന്നേ. പിന്നെ കരച്ചിൽ നിർത്താതെ വന്നപ്പോൾ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയത്. നീ എഴുന്നേറ്റോ? എടി, ഇതിനകത്ത് മെഡിസിനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഡിസ്ചാർജിൻ്റെ ഫോർമാലിറ്റീസൊക്കെ എങ്ങനെയാണ്? പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, പീറ്റർ പരോളിന് ഇറങ്ങിയിട്ടുണ്ട്. ഓ, അപ്പോൾ പരോളിന് അവൻ ഇറങ്ങിയിട്ടുണ്ടല്ലേ? ഞാൻ ഇച്ചായനോട് ഇതിൻ്റെ സംശയം പറഞ്ഞപ്പോൾ ഇച്ചായനല്ലേ പറഞ്ഞത് അല്ലെന്ന്. കണ്ടോ, എനിക്ക് ഉറപ്പായത് പീറ്റർ തന്നെ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ഇല്ലടി മിയ, ഇത് വേറെ ആരെയോ. പീറ്റർ ഒരിക്കലും എന്നെ കൊല്ലാൻ നോക്കത്തില്ല. അയാൾക്ക് എന്നോട് എന്തോ സ്നേഹം, അല്ലാതെ ഒരിക്കലും അയാൾ എന്നോട് അങ്ങനെ ചെയ്യില്ല. നീ ഇപ്പം എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്? അവൻ കൊല്ലത്തിലെന്ന് പോലും. അവൻ പിന്നെ എന്തിനാണ് ജയിലിൽ പോയി കിടക്കുന്നത്? മിയ, ജസ്റ്റ് സ്റ്റോപ്പ് ദിസ്. അവൾ കൊന്നതേ മേല. എൻ്റെ അടുക്ക് നീയും കൂടെ ഇങ്ങനെ ഓരോന്ന് കിടന്ന് പറയാതെ. ഐ ആം സോറി ഡി, നിന്നെ ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്തായാലും നീ റെസ്റ്റ് എടുക്ക്, ഞാൻ നീ റൗണ്ട്സിന് പോയിട്ട് വരാം. ഇതെന്നാ ഉറക്കം അടവുവേ? എഴുന്നേക്ക്. അവളവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നിന്നെ തിരക്കുന്നുണ്ട്. അവളെ നീ പോയി പിന്നെ നന്നായിട്ട് നോക്കുന്ന മുറിയാ. പിന്നെ നീ പറഞ്ഞുകൊണ്ട് മാത്രം ഈ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ല. മാറ്റണോ ഇപ്പം? വേണ്ട ജുണപ്പ, ഇത് മാറ്റണ്ട. ഇനി അങ്ങനെ മാറ്റുവാണെങ്കിൽ തലക്കുകയും വേണ്ട കേട്ടോ. അത് മടക്കി എൻ്റെ കബോർഡിനകത്ത് വെച്ചാൽ മതി. ഈ ബെഡ്ഷീറ്റിനോട് നിനക്ക് എന്നോട് ഇത്ര സ്നേഹം? ഞാൻ നിന്നോട് പലപ്പോഴായിട്ട് ചോദിക്കണമെന്ന് കരുതിയതാ. അത് ഞാനന്ന് മതി, ഇനി പറഞ്ഞു ബുദ്ധിമുട്ടണ്ട. എന്തായാലും നീ വന്ന് കഴിക്കേ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാ. എന്താ നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? എൻ്റെ പേര് ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ മോളെ കാണാൻ വന്നതാ. മോളോ? ഏത് വകയില്ല ഇവിടെയുള്ളത് നിൻ്റെ മോളാവുന്നത്? എൻ്റെ അറിവിൽ പീറ്റർ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. അവരുടെ ഭാര്യ പ്രസവിച്ചിട്ടുമില്ല. ആരോടും വഴക്ക് പിടിക്കാതെ വന്ന മോളെ കണ്ടിട്ട് പോകണമെന്നൊക്കെ കരുതിയത്. പക്ഷെ നിൻ്റെ ഈ വർത്തമാനത്തിന് കല്യാണമല്ല, അതിന് വേറെ ചില പ്രോസസ്സ് കുട്ടികളുണ്ടാവേണ്ടതെന്ന് ഒരു ഡോക്ടറായി നിന്നെ ഞാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. അതോ നിൻ്റെ ഈ കിടക്കുന്ന കൂട്ടുകാരി എൻ്റെ കൂടെ രണ്ട് വേറെ ഉമ്മറ കൂടെ അങ്ങനെ പോയെന്ന് നിനക്കും തോന്നുന്നുണ്ടോ? പീറ്റർ, മതി നിർത്ത്. നീ കുഞ്ഞിനെ കാണാൻ വന്നാണെങ്കിൽ കുഞ്ഞിനെ കണ്ടിട്ട് പോ. വേണ്ട ജിമിൻ, അയാൾ എൻ്റെ കുഞ്ഞിനെ കാണണ്ട. എൻ്റെ കുഞ്ഞിൻ്റെ മേലെ അയാൾക്ക് ഒരു അവകാശമില്ല. ഈ റൂമിൽ നിന്ന് വേഗം ഇറങ്ങിപ്പോ. എന്താടി പറഞ്ഞത്? അവകാശമില്ലെന്നോ? ദിവ്യഗർഭം നിനക്ക് ഉണ്ടായതല്ല, എൻ്റെ കൂടെ കിടന്നിട്ടാണ് ഇതുണ്ടായതെന്ന് നീ ഓർക്കണം കേട്ടോ. ഞാൻ നിന്നോട് പറഞ്ഞു, ഞാനിവിടെ വന്നേക്കുന്ന എൻ്റെ കുഞ്ഞിനെ കാണാനാ. മര്യാദയ്ക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് ആ വഴി പോവും. ഇനി കൂടുതൽ വിളച്ചിലെടുക്കാനാണെങ്കിൽ നിന്നെയും കുഞ്ഞിനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. പിന്നെ നീ ഇന്നലെ അറിഞ്ഞോ? കോടതിയിൽ നിന്ന് ആ ഉത്തരവ് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടുകാരുടെ എല്ലാ സ്വത്തുക്കളും നിൻ്റെ അപ്പം കൈക്കലാക്കി വെച്ചേക്കൊല്ലായിരുന്നോ? അതിന് നിൻ്റെ സ്വന്തമല്ല. അതുകൊണ്ട് നീ താമസിച്ചിരുന്ന വീട്ടിൽ വേണമെങ്കിൽ നിനക്ക് താമസിക്കാം. പക്ഷേ എനിക്ക് വാടക നീ തരേണ്ടി വരും. എന്താ നീ പറഞ്ഞത്? അത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരത്തില്ല. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാനും എൻ്റെ അപ്പയും അമ്മയും കൂടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന വീടാ.
വാടക വേണമെങ്കിൽ നീ പൊക്കോണം അവിടുന്ന് തന്നെ. കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് നീ ഇവിടെ കയറി വന്നിട്ട് കുഞ്ഞിൻ്റെ അമ്മയുടെ സൗണ്ടാണല്ലോ അങ്ങ് വെളിയിൽ കേൾക്കുന്നത്. എടാ, അവൾക്ക് റെസ്റ്റ് വേണം. നീ എന്നതാ ഈ പറയുന്നത്? വാടകയ്ക്ക് അവൾ അവിടെ താമസിക്കാനോ? കൊച്ചിൻ്റെ കാര്യം നോക്കി ആ വീട്ടിലേക്ക് പോവാമെങ്കിൽ പൊക്കോ. ഇവൻ്റെ ശല്യം അവിടെ കാണത്തില്ല. ഞാൻ പറയാനുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നതാ നീ. നീ ഇനി അവിടെ താമസിക്കുമെങ്കിൽ താമസിച്ചോ, പക്ഷെ ഞാൻ പറഞ്ഞത് മറക്കണ്ട. നീ എന്താടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അവളെയും കുഞ്ഞിനെയും അവിടെ ഒറ്റയ്ക്കാക്കി ഇട്ടിട്ട് പോകുന്നതിൻ്റെ പ്രതിഷേധമാണോ? നീ അത് എന്നോട് കാണിച്ചിട്ട് എന്ത് കാര്യം? നമ്മളവളെ വിളിച്ചതല്ലേ, പക്ഷെ അവൾക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ എന്നെ ചെയ്യാനാ? എനിക്ക് പേടിയായി ചായ. ഇന്നലെ അവളെ അറ്റാക്ക് ചെയ്ത പോലെ ഇന്നും അവളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലോ? ഒറ്റയ്ക്കേ ഉള്ളൂ അവൾ, അതുകൊണ്ടാണ്. നീ പേടിക്കണ്ടടി, അവൾക്ക് ഒന്നും സംഭവിക്കത്തില്ല. പീറ്റർ ഉണ്ടല്ലോ. പിന്നെ ഞാൻ നിന്നോടായിട്ടൊരു കാര്യം പറയാം. ഇന്നലെ രാത്രി അവളെ അറ്റാക്ക് ചെയ്തത് പീറ്ററല്ല. കാരണം പീറ്റർ ഇന്നലെ എൻ്റെ കൂടെയായിരുന്നു. ഇച്ചായൻ്റെ കൂടെയോ? അപ്പം അവളെ അറ്റാക്ക് ചെയ്തത് ആരാ? അവൾക്കിനി ആര് ശത്രുക്കൾ നമ്മളറിയാതെ? അവള് മാത്രമല്ലല്ലോടി, അവന് ശത്രുക്കളെ ഉണ്ടാക്കാൻ മിടുക്കനല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, അവനൊരു ഒബ്സഷൻ പോലെ അവള്. രണ്ടും കൂടെ ഒരുമിച്ച് ജീവിച്ച സ്നേഹത്തോടെ നിന്നാൽ നല്ലതായിരിക്കും. രണ്ടിൻ്റെയും വഴി തെളിയും. അല്ലാണ്ട് ഇതിൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. പകയ്ക്ക് പകരമായിട്ട് അവൻ്റെ അച്ഛനും അമ്മയെ നഷ്ടപ്പെട്ടു, അതിൻ്റെ വാശിക്ക് അവളുടെ അച്ഛനും അമ്മയെ നഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞു. അയ്യോ, മമ്മിയുടെ പൊന്ന് ഉറങ്ങിയോ? മമ്മിക്ക് ജീവിക്കാൻ ആകെയുള്ളൊരു പ്രതീക്ഷ നീയാ. നമുക്കിപ്പോൾ ചാച്ചിയാലോ? വാ. എല്ലാം ഒപ്പിച്ചിട്ട് അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? വല്ല കുറ്റബോധം ഉണ്ടോ നോക്കൊക്കെ ഈ ചേട്ടയുടെ മുഖത്ത്. അതെങ്ങനെയാ നല്ല തന്ത വളർത്തണം. പല തന്തയ്ക്കുണ്ടായമാരൊക്കെ ഇങ്ങനെയല്ലേ ചെയ്തേക്കുന്നത്. എൻ്റെ കൊച്ചിനെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, അവളുടെ ഭാവി നീ ഇങ്ങനെ തുലച്ച് നീ കാരണം കൊണ്ട് ഉണ്ടായ വെച്ചേക്കില്ല പന്നി ഞാൻ നിന്നെ. ദൈവമേ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ? ഒരു പെൺകൊച്ചിനെ റേപ്പ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗുരുതരമായ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് പീറ്ററിനെയും സാറിനെയും ഈ കോളേജിൽ നിന്ന് ഞങ്ങൾ പിരിച്ചു വിട്ടേക്കുന്നു കേട്ടോ. ഇനി വീട്ടിൽ പോയി മകന് നല്ല ഗുണപാഠങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക. എന്നാൽ ഞാനത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവൻ ജയിലിൽ കിടക്കട്ടെ. ഒരു വർഷം കഴിഞ്ഞപ്പോഴാണോ നിനക്ക് ഞങ്ങളെ ഓർമ്മ വന്ന് ഞങ്ങളെ കാണാമെന്ന് തോന്നിയത്? എത്ര പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും നിന്നെ കാണാൻ ട്രൈ ചെയ്തടി. നിൻ്റെ ജീവിതം നീ തന്നെ ഇല്ലെന്നാക്കിയോ? നീ ഞങ്ങളോടൊരു കാര്യത്തിൽ നീ സത്യം പറയണം. പീറ്റർ എന്ന് നിന്നോട് അങ്ങനെ പെരുമാറിയോ? അന്ന് പീറ്ററിനെ ലൈബ്രറി വെച്ചൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കള്ളം പറഞ്ഞതാ. വാട്ട്? നിനക്ക് കുറച്ചും കൂടെ വിവരമില്ലേടി? അവൻ്റെ കരിയർ നീ നശിപ്പിച്ച് കളഞ്ഞത്. ഈ ഒരു വർഷം അവൻ ജയിലിൽ. നീ എൻ്റെ ഫ്രണ്ടെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നുന്നു. നീ ഇങ്ങനെ ചെയ്ത കൊള്ളാവോ? നീ ആര് പറഞ്ഞിട്ട് ഇത് ചെയ്തത്? അത് ഞാൻ അപ്പയും സാറും വഴക്കുണ്ടാക്കിയപ്പോൾ അപ്പ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. പക്ഷെ അവൻ്റെ അമ്മ സൂയിസൈഡ് ചെയ്ത് ഞാൻ കരുതിയില്ല. ഇനി അവരുടെ വളർത്തു ദോഷം കൊണ്ട് പീറ്റർ അങ്ങനെ ആയെന്ന് പറഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും? നമ്മുടെ സാറാണെങ്കിൽ കുടിച്ച് ഇല്ലണ്ടായി. ഇനി പീറ്റർ ഇറങ്ങാൻ വേണ്ടി 2 വർഷമെങ്കിലും വേണം. അത് കഴിഞ്ഞിട്ട് അവൻ എങ്ങനെ ജീവിക്കും? നീ പറ. നീ ഒരു കുടുംബത്തിനെ മൊത്തം പ്രതീക്ഷയിലുണ്ടാക്കിയത്. ആദ്യം നിൻ്റെ പപ്പ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയണം. ഇനി അവരുമായിട്ട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടോയെന്ന് അറിയണം. ഞാൻ അന്വേഷിക്കാം. എന്ത് അന്വേഷിക്കുന്ന കാര്യമാണ് മോനെ പറഞ്ഞത്? അതൊന്നുമില്ല. അപ്പം എൻട്രൻസ് കോച്ചിങ് മുടങ്ങിയില്ല. എന്നിട്ട് വേറെ എന്തെങ്കിലും കോഴ്സ്? അതേ എങ്കിൽ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. പിന്നെ ഇവളിങ്ങനെ ഒറ്റയ്ക്കിരിക്കണ്ടല്ലോ, എന്തെങ്കിലും കോഴ്സിന് പോകുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതായിരുന്നോ കാര്യം? മോൾക്കങ്ങനെ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോഴ്സൊക്കെ സെലക്ട് ചെയ്ത് വിടാൻ ഈ പപ്പയില്ലേ. പിന്നെ എന്തിനാ ഒരു ഫ്രണ്ടിൻ്റെ ഇത് തപ്പുന്നത്? ഞാൻ അയക്കാലോ. ആ ഓക്കെ. എടി, പേരൻസ് ഒരു കോഴ്സ് സെർച്ച് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്.
ഞങ്ങളെന്തെങ്കിൽ ഇറങ്ങുവാണേ, എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ വിളിക്കുക കേട്ടോ. ആടാ ഓക്കെ, ഞാൻ വിളിക്കാം. ആഹാ, നിങ്ങൾ ഇറങ്ങി വന്നോ? പിള്ളേരെ നിങ്ങൾ കഴിക്കാൻ നിൽക്കാതെയാണോ പോകുന്നത്? കഴിക്കാൻ എടുക്കട്ടെ? വേണ്ടടി, അവർക്ക് ധൃതിയുണ്ടെന്ന്, അവർ പൊക്കോട്ടെ. ഹലോ, എപ്പോ? എൻ്റെ ഈശോയെ, എല്ലാം ഞാൻ കാരണം. എടി വേഗം പോയി കണ്ടിട്ട് വരണം കേട്ടോ. പിന്നെ നിന്റെ വീട്ടുകാരെങ്ങാനും അറിഞ്ഞാൽ അത് പിന്നെ അടുത്ത പ്രശ്നമാണ്. സാറിന് പെട്ടെന്ന് ഇങ്ങനെ അപകടം പെടുത്തി മരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നത്. നേരിട്ട് കണ്ട സാറിനോട് മാപ്പ് പറയാൻ പറ്റിയില്ല. ഈ ഒരു അവസരത്തിലെങ്കിലും ഞാൻ കാണണ്ടേ. എനിക്ക് പേടിച്ചനിപ്പോ നീ കൂടെ ഒന്ന് വാ. നീ എനിക്ക് കല്ലറയുടെ അവിടെ വെയിറ്റ് ചെയ്തോ. ഞാനാണെങ്കിൽ കാർ പാർക്ക് ചെയ്തിട്ട് വരാം. നല്ല മഴ പെയ്യാൻ പോവാൻ തോന്നുന്നു. നീ ചെന്നു, ഇപ്പം വരുന്നു ഞാൻ. നിനക്ക് ഞങ്ങളുണ്ടാ, വിഷമിക്കാതെ. എൻ്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനം തകർത്ത് ഞാൻ അനാഥയാക്കിയ നിന്നെ ഞാൻ വെറുതെ വിട്ടില്ല. ഇച്ചായ വേണ്ടെന്നേ, നമ്മുടെ കുഞ്ഞല്ലേ, അവളെ അങ്ങനെ ഒരാൾ കെട്ടിച്ച് കൊടുക്കണ്ട. ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു മാറ്റമില്ല. അവൾക്ക് 23, അയാൾക്ക് 43. നീ ഇതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ലാഭത്തിനെ പറ്റി ചിന്തിക്കേ. ഇല്ല, കൊന്നാലും ഞാൻ സമ്മതിക്കത്തില്ല. നീ ഇതെത്തിട്ട് നിൽക്കുന്ന ഞാൻ കരുതിയില്ല. ഞാനിങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ല, പക്ഷെ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച്. കൊള്ളാം, നിനക്ക് നിന്റെ ഭാര്യയോട് പോലും തീരെ സ്നേഹമില്ലല്ലോടാ. നീയോ? നീ അങ്ങനെ ഇതിനകത്ത് കയറി? നീ ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ അറിഞ്ഞു, പക്ഷെ ഇന്ന് തന്നെ എൻ്റെ കൈ കൊണ്ട് തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചുമ്മാ വ്യാമോഹം മോഹിക്കാതെടാ. നമുക്ക് കാണാം ഇപ്പം ആരാ വീട്ടിലേക്ക് പോകാൻ പോകുന്നതെന്ന്. നീ ജയിച്ചത് ചിന്തിക്കേണ്ട. മതി, നിങ്ങളെല്ലാവരും വീട്ടിൽ പോക്കോ. ഇനി ഞാൻ തിരഞ്ഞോളാം. ഓടി കളിക്കാൻ നോക്കിയിട്ട് നിൻ്റെ ഈ പെർഫ്യൂം നിന്നെ കാട്ടി തന്നല്ലോ. നിന്റെ അനുവാദം ഇല്ലാതെ ഞാൻ നിന്നെ എങ്ങനെ സ്പർശിച്ചെന്ന് നീ കോടതി വന്ന് പറഞ്ഞത്? നീ പറഞ്ഞ കള്ളം ഞാൻ സത്യമാക്കിയതിന് നീ എന്തിനാ കരയുന്ന? റെസ്റ്റ് എടുക്കുക 1 hour, അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടും പോകാം. അമ്മ നല്ല ഉറക്കമല്ലേ? എൻ്റെ കുഞ്ഞെന്തിനാ ബഹളം വെച്ച് അമ്മേനെ ഉണർത്തുന്നത്? അപ്പയില്ലേ?